മോളെ സുസ്മിത പറയ്. ഇല്ല. ആ അവിടെ ഉണ്ട്. പോയില്ല, ഇവിടെ കറങ്ങി ഇറങ്ങണമേ. ആ എടി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മോളെ നീങ്ങ് വാ. നീ 2 ദിവസമല്ലേ ഇവിടെ നിന്നോളൂ. ചേട്ടനെ നിന്നെ കണ്ട കൊതി തീർന്നില്ല. ആ വാ എടി, അവന്റെ ശല്യം ഞാൻ തീർത്തു തരാം. ശരി. ഇവനെ ഒതുക്ക എന്ത് മാർഗം. നമ്മളെ ശ്രീകുട്ടൻ എത്ര വയസ്സായടി? അവനിപ്പോ 32 വയസ്സ് കഴിഞ്ഞ് 33 വയസ്സാണ്. 33 വയസ്സാ? എന്നിട്ടാണ് ഇങ്ങനെ വിട്ടേക്കണേ? എവിടെ വിട്ട്? അതല്ല, അവന് പ്രായം കയറി വരെയല്ലേ. നിന്റെ അച്ഛനും അമ്മ ഇനി എത്ര ആള്? അല്ല, എന്ന് അവന്റെ കൂടെ കാണൂലല്ലോ. കാണുന്നവരെ കാണട്ടെ. കാണുന്നവരെ കാണട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാവും. ആ വാല നീലാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാട് മുഴുക്ക തെണ്ടി തിരിഞ്ഞ് കിടക്കുകയാണ്. അവൻ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടണ്ടേ? പിടിച്ചിട്ട് അവനെന്താ കന്നാലിയാ അല്ലേ? എടി അവന്റെ കല്യാണം നടത്തണ്ടേ? എന്റെ ബാലു, നിങ്ങളാണല്ലോ ഇവിടെ വന്ന് ആദ്യത്തെ ആണ്. അപ്പൊ നിങ്ങൾ വേണം അവന് പറ്റിയൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ. നോക്ക് ചേച്ചി, ചായ ഉണ്ടോ ചേച്ചി? ചായ. കന്നാലി കന്നാലി വാങ്ങിക്കണമെന്ന് ഇവിടെ. എന്തോന്ന് ചേച്ചി രാവിലെ തന്നെ ചിരിയും കളിയും? നീ പറഞ്ഞവിടെ കന്നാലി അല്ല, ഞാനാണ് നിന്റെ വീട്ടിൽ വന്ന് ആദ്യം കയറിയെന്നല്ലേ. ഞാൻ കയറിയില്ലായിരുന്നെങ്കിൽ അവന് നീ ഒരിക്കലും പെണ്ണാലായിരിക്കൂലേ. എടി അവിടെ നിന്റെ അച്ഛൻ പടവലം കുട്ടൻപിള്ളയ്ക്കും നിന്റെ അമ്മ പകീര അമ്മയ്ക്കും അവിടെ എന്തോ അടി പണി. ഇവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടാടി? നിർത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കയറിയത് കല്യാണം ആലോചിക്കാനാണല്ലോ. അതങ്ങോട്ട് ആലോചിച്ചാൽ മതി. വീട്ടിലിരിക്കണ എന്റെ അച്ഛനമ്മനെയൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ലോകത്താരെ പറഞ്ഞില്ലെങ്കിലും പടവലം കുട്ടൻപിള്ള പറയും. അത്ര എനിക്ക് അയാളോട്ട് ഭയങ്കര ബന്ധമാണ്, അത്ര സ്നേഹമാണ്. എന്താടാ എന്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറ. നമ്മൾ വലിയൊരു പലതും പറയും. നീ എന്നോട് കൂടെ എന്തൊരു കാര്യം പറഞ്ഞ അളി എന്ന് വലുതായത്? നമ്മളൊരു സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കലടാ. അതിനിടെ കൂടെ ഈ പുഴു ഞളയും പോലെ കയറി പതിനും കയറി പോണതിന്റെ ആവശ്യം തോന്നും. സ്വകാര്യം പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ നമുക്കറിയാം. അന്ന് വേണ്ട കേട്ടാ. എന്തോ പറഞ്ഞ എന്തോ ഉദ്ദേശിച്ച കളിച്ചും ചിരിച്ചത്? എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ച് അവനെങ്ങനെ വിട്ടാൻ പറ്റൂല. ഞാൻ അവന് വേണ്ടി ഒരു പെണ്ണാലോചിക്കാൻ പോവുകയാണ്. സീരിയസ് ആയിട്ട്. പക്ഷെ നീ ആ കാര്യമൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി എന്നോട് അയക്കണം. അവനോട് സ്നേഹം ഉണ്ടല്ലേ, അപ്പൊ എല്ലാം ഉള്ളിൽ വെച്ചോണ്ട് നടക്കുകയാണ്. എന്താ മനസ്സിലാക്കിയല്ലേ കള്ളി? ആ കണ്ണിമാങ്ങ അടിച്ച് തൊഴിച്ചിടാടാ, അത് വലുതാവുണ്ട്. അച്ഛൻ വലുതായി കണ്ണിമാങ്ങ എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ ഇപ്പൊ ഇച്ചിരി കണ്ണിമാങ്ങ തിന്നിട്ട് എന്നിട്ട് വലുതായപ്പോ ബാക്കിയുള്ളത് തിന്നാം. അച്ഛന് ചെറുപ്പത്തില് കണ്ണിമാങ്ങ കറുമുറാന്ന് അടിച്ചും പിടിച്ചൊക്കെ കഴിച്ചിട്ടില്ലേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. പഠിക്കാന്നൂല്ലേ? അച്ഛൻ നെഞ്ചത്ത് അടിക്കണ്ട, ഞങ്ങള് പഠിച്ചാളാ. അച്ഛനും കൂടെ കൂടും. ഉപ്പും മുളക് പൊടി കഴിച്ച് കഴിക്കാൻ ടേസ്റ്റാ. എനിക്കൊന്നും വേണ്ട, പോകണം. എനിക്കില്ലടി. അച്ഛന്റെ വയറ് വെള്ളം ഉണ്ടല്ലോ. പിന്നെ അച്ഛൻ്റെ കാര്യം വെള്ളം അത് ഊർണ്ണ പ്രായം കഴിച്ചു പോ. പടാ പടാ നിന്നല്ലേ പറഞ്ഞ പടാ പോ. വേണ്ട പോ. അച്ഛൻ തന്നെ കുടിച്ചോ. പോ. ആ വാസി, നീ ഇവിടെ ഉണ്ടോ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. നല്ല പെമ്പിളരെ വല്ലതും ഉണ്ടാടേ? പടാടുന്ന് എടാ അളിയനെ. നീ ഒന്ന് ആലോചിക്ക്. നോക്കട്ടെ വിളി. നേരിട്ട് കാണുമ്പോൾ ബാക്കിയൊക്കെ സംസാരിക്കാം കേട്ടാ. ഇത് നമ്മുടെ ചാനലിന്റെ കരയിൽ നിൽക്കണ തെങ്ങിലെ തേങ്ങ. അയ്യോ എവിടെ ശ്രീകുട്ടാ, ഞാൻ തേങ്ങ മുതിക്കണോടാ? അയ്യോ വേണ്ട, അളി അകത്തങ്ങനും പോയിരി. അളി ഒന്നും ചെയ്യാൻ പറ്റണ ആളെ അല്ല. ചിറക്കേരിക്കണ ഇരിപ്പ് വേണ്ട.
എന്താ ചെറുക്കന് കുഴപ്പം? എങ്ങനെ ഇരുന്ന ചെറുക്കനാണ്, താടിയും മുടിയും വളർത്തി. സന്യസിക്കാൻ പോണടാ നീ. ഓ 10 വീട് തണ്ടി കാവടി എടുത്ത് ആടി പളനിക്ക് പോകാൻ പോണു. അളിയ പറഞ്ഞ നമുക്ക് ഒരുമിച്ച് തണ്ട. ഇതാണ് അവൻ്റെ കുഴപ്പം. എന്ത് പറഞ്ഞാലും എനിക്കിട്ട് വയ്ക്കും. നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഈ താടി മുടിയൊക്കെ എടുത്ത് ക്ലീൻ ഷേവ് നല്ല കുട്ടപ്പനാവ്. മീശ എടുക്കണം. മീശ എടുക്കേണ്ടവരെടുത്താലും അതിനൊരു എടുപ്പ് കാണും. നീ ആദ്യം ഷേവ് ചെയ്യാൻ നോക്ക്. എന്ത് പറ്റി ഭയങ്കര ശ്രദ്ധ അളിയന്റെ കാര്യത്തില്? എന്തോ നിനക്കൊന്നും അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലല്ലോ, പിന്നെ എനിക്ക് അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണ്ടേ? ഒന്നുമില്ലെങ്കിലും കൊച്ചിലെ പറയാൻ നടന്ന് കുറെ അരിയുണ്ടൊക്കെ നിന്നല്ല അവൻ. ചേച്ചി ഞാൻ പോണു. ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ പൊതിച്ചിട്ടുണ്ട്. നീന്നല്ലേ എന്തെങ്കിലും ഒന്ന് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങ് പൊയ്ക്കോണം. ഓ സാധാരണ നിങ്ങൾ നല്ലതൊന്നും പറയാറൊന്നുമില്ല. ഇനി ഞാൻ അവൻ്റെ ദേഷ്യം കൊണ്ടാണ് ഇതൊക്കെ സംസാരിക്കണമെന്നാണ് നിന്റെ വിചാരം? തന്നെ അവൻ ഇങ്ങനെ തുണയില്ലാതെ ഒറ്റയ്ക്ക് നടക്കണ കാണുമ്പം എനിക്കെന്തോ വല്ലാത്തൊരു വിഷമമാണ്. എടാ ശ്രീകുട്ടൻ, ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നീല് നോക്ക്, അവൻ ചിരിക്കണ. ശ്രീകുട്ടാ കാര്യമായിട്ട് പറയണം, കുറച്ച് ദിവസമായിട്ട് ആളിന് നിന്റെ കാര്യത്തിൽ ഭയങ്കര ഉത്കണ്ഠയാണ്. എന്തോ പറയാനുണ്ട്, അതുറപ്പാ. പറ ബാലു, അങ്ങ് എന്താ പറയാനുള്ളത് ചങ്ങ് പറ. ശ്രീകുട്ട, ദിവസം കഴിയും തോറും പ്രായം കുറയൂല, കൂടെയുള്ളൂ. അതൊന്നും വലിയ തത്വമൊന്നുമല്ല. അളിയൻ കാര്യം പറ. വേണ്ട ഡേയ്, നിനക്ക് ഞാനൊരു പെണ്ണാലോചിക്കട്ട. പെണ്ണാലോചിക്കട്ട. പെണ്ണ എന്ത് പെണ്ണ് വേണ്ടേ? അതിപ്പോ വേണ്ടാന്ന് വിചാരിക്കുമ്പോ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണോന്ന് വിചാരിക്കുമ്പോ വേണ്ടെന്ന് തോന്നും. പറ്റൂല, വേണ്ട. എടാ നിനക്ക് പെണ്ണ് വേണോ വേണ്ടേ? ചേച്ചിയുടെ ഇഷ്ടം. ചേച്ചിയുടെ ഇഷ്ടം. പെണ്ണാലോചിക്കട്ടാ? പെണ്ണാലോചിക്കട്ടാ? ചേച്ചിയുടെ ഞാൻ നോക്കും കേട്ടാ. ഓ അയ്യോ, അവന് നല്ല താല്പര്യം ഉണ്ട് കേട്ടോ. അവന് നല്ല താല്പര്യം ഉണ്ട്. താല്പര്യം പണ്ടേ ഉണ്ട് അവന്. നിങ്ങൾ അവിടെ വല്ല പെണ്ണുണ്ടെങ്കിൽ നോക്ക്. എവിടെ ഉണ്ടെന്ന്? വീട്ടിലെ കുടുംബത്താരെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക്. കുടുംബത്തില് അല്ല, ഞാൻ വേറെ ഞാൻ നോക്കാം. നോക്കോ? പിന്നെ തീർച്ചയായിട്ടും നോക്കാം. വേറെ നോക്കാം. ശരി, പോ, തേങ്ങ എടുത്തിട്ട് പോ. ആ തേങ്ങ എടുത്താൽ നോക്ക്. ഞാൻ മടലെടുത്താൽ അവിടെ പോ. കൊണ്ടുപോ. അല്ല പോ, നീ പോ, ഞാൻ വരാം. പിടിക്കേ പിടിക്കോ. വായിക്കോട്ട്. വരാം വരാം. ചെല്. തേങ്ങ കൊണ്ടോ? ആ തേങ്ങ തേങ്ങ. ഡേ ബാസി, ഡേ കാണണം കേട്ടാ. നേരിട്ട് കാണാം. പോകടാ. തേങ്ങ തേങ്ങ തേങ്ങ. സമയം കുറെ ആയടേ. എന്താടാ ആലോചിക്കണത്? വല്ല നടക്കുവോ? നടക്കാത്തത് എടേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ. നിന്റെ അളിയന് വല്ല കുഴപ്പമുണ്ടാടേ? നീ എന്താടാ പറയണത്? അവന് കുഴപ്പമുണ്ടാകുന്ന? അവൻ എൻ്റെ അടുത്തേ കുഴപ്പമില്ലടാ. നാട്ടുകാരുടെ അടുത്ത് വീട്ടുകാരുടെ അടുത്തൊക്കെ അവൻ നല്ല പിള്ളേണ്. അവൻ ഒന്നുമില്ല, കൃഷിക്കാരനല്ലേടാ. അത്യാവശ്യം നല്ല തറവാട്ടി പറഞ്ഞാണ് അവൻ. നീ എന്തോ ചോദിക്കണത്? പെണ്ണുണ്ട്. എവിടെ എവിടെ എവിടെ? നീ എന്താടാ ആവേശം കാണിക്കുന്നത്? പെണ്ണ് നിനക്കാതെ അവനാ. പെണ്ണ് ഇവിടെയൊക്കെ ഉള്ള തന്നെ. അതൊക്കെ അവിടെ നിൽക്കിട്ട്. നിന്റെ അളിയൻ എത്ര വയസ്സായി? ഒരു 32 വയസ്സുണ്ട്. 32. പെണ്ണിനൊരു 28-29 വയസ്സ് വരും. പ്രശ്നമുണ്ടാ? അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അവര് സാമ്പത്തികമായിട്ടും കുറച്ച് പിന്നോക്കമാണ്. എൻ്റെ അളിയ, അവന് സ്ത്രീധനത്തിലൊന്നും വലിയ നോട്ടമില്ല. അവനെങ്കിലും കെട്ടിയാൽ മതിയടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉള്ളത് തുറന്നങ്ങ് പറയാം. ഇടേ, പെണ്ണിന് തന്തിയ മാത്രമേ ഉള്ളൂ. തള്ള മരിച്ചുപോയി. അതിനുശേഷം ശകല അടിക്കും. അവളാ? എടാ, പെണ്ണിന്റെ അച്ചായി. ഇതൊക്കെ ആണെങ്കിൽ ഒതുക്കമുള്ള കുടുംബമാണ്. പെണ്ണ് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പാവങ്ങളല്ലേടേ, ഒരു ജീവിതം കൊടുക്കണതിനപ്പുറം പുണ്യം വേറെ വല്ലതും ഉണ്ടാളിയാ? അതില്ല അളിയാ. പിന്നെ അവക്കധികം ബന്ധുക്കളില്ലായിരിക്കേണ്ടത് നല്ലത്. പിന്നെ ബന്ധുബലത്തിൻ്റെ പേരിൽ അവൻ കിടന്ന് കളി. അല്ലേ, പെണ്ണ് കാണാൻ പോവാ? പെണ്ണ് കാണാ എപ്പോ വേണാ പോവാ. അച്ഛനും മോളെ എപ്പോഴും വീട്ടിൽ കാണൂടാ. ഡേയ്, പെണ്ണിൻ്റെ അച്ഛൻ എന്താണ് ജോലി? അത് തന്നെ അളിയാ, ഞാനും എപ്പോഴും ആലോചിക്കും, അങ്ങനെ എന്തൊരു ജോലി. എപ്പോൾ നോക്കിയാലും ആ കടവരാന്തേലും റോഡിലൊക്കെ നിൽക്കുന്ന കാണാം. അത് പാട്ട്. നമുക്ക് നാളെ എപ്പോൾ പോവാം? നമുക്കെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പോയാൽ മതി അളിയാ. എന്താണെന്നറിയാം, ഈ കല്യാണ കേസിന് ഇടയക്കാരൻ നിന്ന് കഴിഞ്ഞാൽ ഇടയിൽ നിൽക്കണവൻ ചെയ്യും. അതുകൊണ്ട് നീയും അവളും അവനുമായിട്ട് പോ. അവിടെ ചെന്ന് എല്ലാം ഉറപ്പില്. നിനക്ക് ഈ പെണ്ണിന്റെ വീട് മനസ്സിലാവിടെ? എടേ, നമ്മളെ ആ തോട്ടിന്റെ കരയില്ലേ, ഇവിടെ ബംഗാളികള്, അവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഇടതുവശത്ത് 4ാമത്തെ വീട്. പെണ്ണിന്റെ തന്തേരെ പേര് ബാലൈ. പൂട ബാലൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. പൂട ബാലൈ. അപ്പൊ ഐശ്വര്യമായിട്ട് പോയാളിയാ, എല്ലാം ഉറപ്പിച്ചിട്ട് വാ. ശരി. വേറെ ഒന്നും ചോദിക്കില്ലടാ. നിനക്ക് ബ്രോക്കർ പണി തന്നെടാ. എടാ, ഞാൻ വല്ലതും വിളിച്ചു പറയാം കേട്ടാ. നീ എന്റെ നാട്ടുകാരാണ്, ഞാൻ എല്ലാ കാര്യത്തിനും കൂടെ വയ്ക്കുന്നത്. ബ്രോക്കർ വെറുതെ പറഞ്ഞു. എപ്പോഴും അവസാനമായിട്ട് ആപ്പ് വെച്ച് തരും. പോ.
നീലു ശ്രീകുട്ടി അവിടെ അവിടെ എവിടെയെങ്കിലും കാണോ നോക്ക്. ഒരു പെണ്ണുണ്ട്, നാളെ കാണാൻ പോയിരിക്കോ. പെണ്ണാ? ആ എവിടെ? എടി അതല്ലേ രസം, ഇവിടെ തൊട്ടടുത്ത് തന്നെ. അതെങ്ങനെ ശരിയായി? അതെങ്ങനെ ശരിയായെന്നാ? എടി എനിക്ക് ഈ നാട്ടിൽ നിലവിലുള്ള കാര്യം നിനക്കറിയാല്ല. ഞാൻ ഇവിടെ കുറച്ച് ആൾക്കാരെടുത്ത് ഇക്കാര്യം സൂചിപ്പിച്ച് അവര് മുഖേനയാണ് ഈ ബന്ധം വന്നത്. പെണ്ണാണെങ്കിൽ നല്ല കിളി പോലത്തെ പെണ്ണ്, അടക്കവും ഒതുക്കമുള്ള പെണ്ണ്. പിന്നെ അവര് കുടുംബക്കാർക്ക് സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ കാര്യമാക്കണ്ട. അറിയപ്പെടുന്ന ഫാമിലിയാണ്, വലിയ തറവാടാണ്. പെണ്ണിനെ നിങ്ങൾ കണ്ടായിരുന്നാ? പെണ്ണിനെ കണ്ടാന്ന്. പെണ്ണ് അടുത്ത് ഇങ്ങനെ കണ്ടില്ല, പക്ഷെ റോഡിന്റെ അപ്പുറത്തൂടെ ഇങ്ങനെ പോണ കണ്ട്. എന്റെ ദൈവമേ, എന്തൊരു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടല്ല. ഇനി നല്ല ഭംഗിയടി, കാണാൻ നല്ല ഭംഗി. പക്ഷേ പെണ്ണിന്റെ അമ്മ നേരത്തെ മരിച്ചു എന്ന്. അയ്യോ എടി നീലു, ഞാനൊരു കാര്യം പറയട്ടാ. എടി ഈ പാവങ്ങൾക്കൊരു ജീവനം കൊടുക്കണം. പാവങ്ങൾക്കൊരു ജീവനം കൊടുത്താലേ അതിന്റെ പുണ്യം കിട്ടുള്ളൂ. അത് ശരിയാ, അത് നല്ല കാര്യ. പൊരുത്തം നോക്കണ്ടേ? പൊരുത്തോ? അയ്യോ അത് നോക്കണം. പൊരുത്തം നോക്കണം. അയ്യോ അവർക്ക് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ യവനെ പറ്റി യവന്റെ ഗുണഗണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങളിങ്ങനെ ഓടിക്കളിക്കാതെ അവിടെ പോയിരുന്ന് സംസാരിക്ക്. എടാ അപ്പൊ പൊരുത്തം നോക്കട്ടെ. അയ്യോ അവർക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. ഞാൻ യവന്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ യവനങ്ങ് ഇഷ്ടമായി. അവര് പറയണ് യവനെപ്പോലുള്ളൊരു ചെറുക്കനാണ് ഇത്രയും നാൾ അവര് നോക്കിയിരുന്നേന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ നോക്കാനില്ല മാമ, നമുക്ക് നാളെ പെണ്ണ് കാണാൻ പോവാം. നാളെ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ആദ്യം നിങ്ങൾ അച്ഛനും മാമയും അമ്മയും കൂടെ പോ, പിന്നെ ഞങ്ങൾ മൂന്നുപേരും വരാം. കറക്റ്റ് ബ്രോ. എന്നാ പോയി നോക്കാന്നേ. ആദ്യം നിങ്ങൾ അളിയിലും കൂടെ പോ. അടുത്ത സ്റ്റെപ്പ് ഞാൻ വരാം. നീയും കൂടെ വാടി. ഇപ്പൊ ഞാൻ വരണ്ട. ഇപ്പൊ നിങ്ങൾ രണ്ടും കൂടെ പോയി നോക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനും കൂടെ വരാലോ. ഇപ്പൊ നാളെ പെണ്ണ് കാണാൻ പോവാം. അത് നോട്ട് നാളെ തന്നെ പോണം. അത് തന്നെ. എടാ പോയിട്ട് വാ. പോയിട്ട് വാ. പിന്നെ പോയിട്ട് വാ. വരും. മതി നിങ്ങൾക്കൊക്കെ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോവാം. അപ്പൊ നാളെ നമ്മള് പെണ്ണ് കാണാൻ പോണം. ശരി ശരി ശരി. ചുമ്മാ സമയം 10 കഴിഞ്ഞ്. അതിനെന്താണ്? രാഹുകാലം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. അയ്യോ ഇത് എത്ര മണിക്കാ രാഹുകാലം? അല്ല രാവിലെ എത്ര മണിക്ക്? അത് ശരി ഇപ്പൊ അങ്ങനെയാ. നീ ആ ചെറുക്കനെ വിളി, ശ്രീകുട്ടനെ വിളി. വരുന്നു. എങ്ങനെയുണ്ട് മക്കളെ? സെറ്റപ്പ് അല്ലേ? സൂപ്പർ. നല്ലൊരു കാര്യത്തിന് പോണല്ലടാ. എന്താ ഷേവ് ചെയ്യാത്തത്? എന്നെ ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാ മതി അല്ലേ ചേച്ചി? ബാബോ പോട്ടെ ചേച്ചി. പോയിട്ടോ. ബൈ മമ്മ. ഇതാണ് ഇതിനെ വിടും. ഇതെന്നെ വീട്. ഇതെന്നെ വീട്. ഇത് തന്നെടാ. ആളില്ലേ? അകത്തേക്ക് കയറിയിരിക്കുവോ? അച്ഛനിപ്പോ വരും. അച്ഛനിരിക്കാൻ ആരെയും കാണാനില്ല. വാ ഇരിക്കടാ. അച്ഛപ്പം വരും, നിന്റെ മാമൻ. ഇവിടെ കാണും. ഓ നിങ്ങൾ നേരത്തെ എങ്ങനെ എത്തിയോ? ആരാ പയ്യൻ? അളിയേ. ഓ അപ്പൊ ഇതാണ് എന്റെ മോളെ കെട്ടാൻ പോണ? ഞാൻ അളിയേ. ഇത് പയ്യൻ. ഓ അളിയേ. എന്താ അളിയേ? ഓ ശരി 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 മനസ്സിലായി. പെണ്ണിനെ കണ്ടോ? മോളെ വിളിച്ച കണ്ടില്ല? രത്നവല്ലിയേ, കുപ്പിയും കള ചായ എടുക്കണേ. അനുപമേ അഴകേ പള്ളിക്കുടങ്ങളിൽ അമൃതുമായി നിൽക്കും അജന്താ ശില്പമേ.
അലങ്കരിച്ചു എന്നന്തപുരം. ചെറുക്കൻ ഇപ്പൊ കുടിച്ചാൽ ശരിയാവില്ലേ? ഇപ്പൊ കുടിച്ചാൽ ശരിയാവില്ല. എന്താ കീറിയില്ലേ? അകത്തേക്ക് വാ, സംസാരിക്കുകയാണെങ്കിൽ സംസാരിച്ച് സംസാരിക്കാൻ വിളിക്കും. എനിക്കിപ്പോ ഒന്നും സംസാരിക്കാനൊന്നുമില്ല. എനിക്കിപ്പോ ഒന്നും സംസാരിക്കാനൊന്നുമില്ല. മിണ്ടാനും ഇല്ലേ, സംസാരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമല്ലോ. ഫോൺ നമ്പർ തരാം, വിളിച്ചാലും മതി. വിളിക്കും, കൊടുക്കണേ. അപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ അപ്പൊ എങ്ങനെയാ? കാര്യങ്ങളൊക്കെ എങ്ങനെയാടാ? കാര്യങ്ങളൊക്കെ എങ്ങനെ? അങ്ങനെ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോ ഇത്തിരി വെള്ളാണി കാലത്തന്നെ ഇത്തിരി അടിച്ചു. കുഴപ്പമില്ലല്ലോ? ഇല്ല കുഴപ്പമില്ല. രണ്ടെണ്ണം വിട്ടിട്ട് സ്വൽപ്പം അടിച്ചിട്ട് പോവാ. സ്വൽപ്പം അടിച്ചിട്ട് പോ. അടിക്കോ? വാ. ഇല്ല. ഇപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അടിച്ചിട്ട് വേള കയറി ചെന്ന് അടിച്ചിട്ട് വന്നാൽ മതി. ചെല്ലില്ലേ? ചെല്ല്, കുഴപ്പമൊന്നുമില്ല. ഇനി പ്രധാന വാ വാ ചെല്ല് അടിച്ചിട്ട് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ബാസിയോട് പറയാലേ? ബാസിയോട്. ബാസിയാ? അയ്യോ ബാസി. ആരോട്? ഇല്ല ഒന്നുമില്ല. ആരോട്? ആരുടെ? ഏയ് ഒന്നുമില്ല. അങ്ങോട്ട് വാ. ഇനിയിപ്പോ മുഹൂർത്തം നോക്കണം, മണ്ഡപം ബുക്ക് ചെയ്യണം. നല്ല പെണ്ണല്ലേടേ? അച്ഛൻ കുറച്ച് കുടിക്കുമെന്നും പറഞ്ഞോണ്ട് അയാള് പ്രശ്നക്കാരൊന്നുമല്ലടാ. നീ എന്തോന്ന് വിചാരിച്ച? അയാൾ എന്നെ വെള്ളം അടിക്കാൻ വിളിച്ചപ്പോ ഞാൻ ചെല്ലുമെന്ന് വിചാരിച്ചാ? നീ എന്നെ എങ്ങനെയാടാ വിചാരിച്ചേക്കണേ? അളിയ നല്ല കിളി പോലത്തെ പെണ്ണടാ. ബാസിയുടെ പേര് പറഞ്ഞതാ. ആര് പറഞ്ഞു ബാസിന്റെ പേര്? ഇതാണ് അളിയനും അളിയനും കൂടെ തർക്കം. ഇങ്ങോട്ട് വരണം. ഇടേ ബാസിന്റെ പേര് പറഞ്ഞൊന്നുമില്ല. ഈ അയാള് വെള്ളം അടിച്ചിട്ട് പലതും പറഞ്ഞെന്നും പറഞ്ഞോണ്ട്. രണ്ടുപേരും കൂടെ എവിടെ പോയി? മനസ്സിലായി, പെണ്ണ് കാണാൻ പോയതായിരിക്കും. പെണ്ണൊക്കെ കണ്ടാ? പെണ്ണിനെയൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇത് ആര് കൊണ്ടുവന്ന ബന്ധം? ആര് കൊണ്ടുവന്ന ബന്ധം കാണിച്ചറാടാ. ശ്രീകുട്ട നിങ്ങളാ പോക്കറ്റിനെ കാണിച്ചത്? ഞാനാണോ പോക്കറ്റിനെ കാണിച്ചത്? നിങ്ങളല്ലേ പോക്കറ്റിനെ കാണിച്ചത്? എന്താ പ്രശ്നം? ഞാൻ പറയാം ചേച്ചി. ഇങ്ങനെ എന്നെ കൊണ്ട് ചതിക്കാൻ വേണ്ടി കൊണ്ടുപോയാണ്. എന്താ പെണ്ണുള്ളൂല്ലായിരുന്നാ? പെണ്ണ് കൊള്ളൂലേ? കൊള്ളൂലാത്ത കിളി പോലത്തെ പെണ്ണ്. പെണ്ണിനെന്തൊന്നും കുഴപ്പം? എല്ലാ പെണ്ണും പെണ്ണ് തന്നെയാണ്. നല്ല ഒതുക്കമുള്ള ഫാമിലി, കച്ചറ കുടുംബം. വെള്ളം അടിക്കാൻ വേണ്ടി വിളിച്ചേക്കണ്. രണ്ടെണ്ണം അടിച്ചിട്ട് പോവാന്ന്. അയ്യോ, അത്ര വലിയ വെള്ളമടിക്കാരൊന്നും അല്ല. എന്താ ബാലു, നാണമില്ലേ? എന്താണ് പറഞ്ഞത് അയാള്? എന്ത് വെള്ളക്കാടിക്കാര്? നീ കെട്ടിക്കഴിഞ്ഞ ശേഷം അയാളെ നന്നാക്കി എടുക്കാന്നുള്ളേ ഉള്ളൂ വെള്ളമടിക്കാരെന്ന് പറഞ്ഞു. ഞാനാ അയാളെ നന്നാക്കി എടുക്കാനാ? അതിന് വേണ്ടിയിട്ടാണ് എന്നെ അവിടെ വിളിച്ചോണ്ട് പോയത്. നാട്ടുകാർ പെണ്ണിനെ കാണിച്ചു കൊടുത്തു പോലും. നിങ്ങൾ പെണ്ണിനെ കണ്ടാവോ എവിടെ നിന്നെങ്കിലും വെച്ചിട്ട്? ദൂരെ എന്തെങ്കിലും പെണ്ണിനെ കണ്ടാ? എന്നെ വിളിച്ചോണ്ട് പോയി ചേച്ചി. ആരൊക്കെയാണ് ഇടപാടുകാരെന്നറിയാം? ബാസി. അയ്യോ, അവ ഒന്നും അറിഞ്ഞില്ല. ബാസി നിരപരാധി. ആ നിരപരാധിയായ ബാസിയെ ഇവ ആ റോഡിലിട്ട് അവ അടിച്ചേക്കണ്. ബാസിയെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരും. വരട്ടെ, അവ അടിക്കാൻ രണ്ടും കൂടെ പെണ്ണ് കാണാൻ പോയപ്പോ എനിക്കറിയായിരുന്നു ഇത് യുദ്ധത്തിൽ അവസാനിക്കുള്ളൂ. നാട്ടുകാരെ കൂട്ടി അടിക്കാൻ വരട്ടെ. വരുന്നു ആരണ്ടോ അമ്മയുടെ ആൾക്കാര്. ആരാ ബാസിയുടെ അടുത്തല്ലേ?
ആരാ ബാസിനെ തള്ളി? ആരെ ഇവിടെ തള്ളിട്ടൊന്നുമില്ല. കാര്യം എന്ന് പറയുന്നത് അറിയാം നിങ്ങൾക്ക്. ആ എന്താണ് കാര്യം? നീ തള്ളുവാ? നീ തള്ളോ? അയ്യോ അയ്യോ. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ അടിയാ അതിന് വല്ലതും പറ്റിയാ വല്ല പറ്റിയാ എളിയാ കൈ മുറിഞ്ഞാള്. ഇല്ല കുഴപ്പമില്ല. മുറിഞ്ഞാ ഇടി കിട്ടിയാടാ? ഇടി കിട്ടിയാ? ഇവിടെ ഇവിടെ കിട്ടിയാ? നീ എന്തിനാ ബാസി അടിക്കാൻ പോയത്? ബാസിയെ അടിക്കാൻ നല്ല കിളി വളർത്ത പെണ്ണല്ലടാ. നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണായിരുന്നു. എന്ത് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്. ആ ഇപ്പൊ ആലോചിക്കണ്ടേ? ആലോചിക്കണ്ടേ? അളിയാ വിഷമിക്കാതെ. ഞാൻ ഇതിനേക്കാൾ നല്ല അടക്കവും ഒതുക്കമുള്ള പെണ്ണിനെ ഞാൻ കണ്ടെത്തി തരാം.